കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും പ്രശാന്തവും ഏറിയ ഒരു നല്ലൊരു പ്രഭാതം കൂടി സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ കടന്നു വന്ന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ അലക്സ് പാസ്റ്റർ അവരുകൾ, അതുപോലെ അവരുടെ കുടുംബം, അവരുടെ മക്കൾ, പിന്നെ കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് നമ്മുടെ ദൈവം മഹത്വവാനായ ദൈവമാണ്. തേജസ്സിൽ വസിക്കുന്ന തേജോമയനായ ദൈവത്തെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ദൈവം നമ്മെ ഓരോരുത്തരെയും മഹത്വീകരിച്ചിരിക്കുകയാണ്. എത്ര പേർ അതിൽ വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ മഹത്വത്തെ ദൈവം തൻ്റെ മക്കൾക്ക് തന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അല്പനേരം നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ തിരസ്കരിക്കും. ദൈവം നമ്മെ ഓൾറെഡി നീതീകരിച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ ദൈവം നമ്മളെ തേജസ്കരിച്ചിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു വർധനവുണ്ടാകാം. ആമേൻ. ദൈവം നമുക്ക് എല്ലാം പരിശുദ്ധാത്മാവിലൂടെ ചെയ്തിരിക്കുകയാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം ഒന്നുകൂടി അതിൻ്റെ ഒരു വർധനവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം നടക്കാൻ പോകുന്ന അതാണ്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 തുടങ്ങി 39 വരെയുള്ള വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 തുടങ്ങി 39 വരെയുള്ള വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യെരൂശലേം ദേവാലയത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ് അവിടെ നമ്മൾ വായിച്ചു കേട്ടത്, അല്ലേ? ആമേൻ, ഹല്ലേലൂയ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്നവർ എല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്ന് നാം എന്ത് ചെയ്യണം? കുടിക്കണം. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ നിന്നല്ല നമുക്ക് കുടിക്കേണ്ടത്. നമ്മൾ എവിടെ നിന്ന് കുടിക്കണം? യേശുവിൽ നിന്ന് കുടിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന യേശുവിന്റെ അടുക്കൽ വന്ന്, അവൻ യേശു പറയുകയാണ്, ദാഹിക്കുന്നവരൊക്കെ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ആമേൻ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്, ഈ കുടിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് യേശു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവന്റെ ഉടയവനാണ്. ഹല്ലേലൂയ. ജീവജല നദി നമുക്ക് തരുന്നത് ആരാണ്? യേശുവാണ്. ഹല്ലേലൂയ. യേശു എല്ലാ കൃപകൾക്കും ഉടയവനാണ്. ആമേൻ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകളെല്ലാം യേശുവിലൂടെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? ആമേൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ എന്താണ്? നിത്യ ജീവൻ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാ മനുഷ്യർക്കും, എല്ലാ ജാതികൾക്കും, എല്ലാ മതസ്ഥർക്കും വരുവാനിരിക്കുന്ന, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞതായ ഒരു സംഭവമുണ്ട്. എന്താണ്? ആമേൻ, ഹല്ലേലൂയ. എല്ലാവർക്കും വരേണ്ട മഹാസന്തോഷം. ആ സന്തോഷം എന്താണ്? സുവിശേഷമാണ്, അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ആ സുവിശേഷം കേൾക്കുമ്പോൾ നമുക്ക് മുഖത്ത് എന്ത് വേണം? സന്തോഷം ഉണ്ടായിരിക്കണം, അല്ലേ? നമുക്ക് ഹൃദയത്തിനകത്ത് സന്തോഷം ഉണ്ടാകണം. ആമേൻ.
ആമേൻ. നമ്മള് വാടിയ മുഖത്തോടെ അല്ല സുവിശേഷം കേൾക്കേണ്ടത്, പിതാവിനെ കേൾക്കേണ്ടത്, പിതാവിനെ അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സന്തോഷത്തോടെ എന്ത് ചെയ്യണം? പിതാവിനെ അറിയണം. സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിക്കണം. സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? ഹൃദയത്തിനകത്തേക്ക് സ്വീകരിക്കണം. അപ്പോഴാണ് ഇരട്ടി സന്തോഷമായിട്ട് നമുക്ക് മടങ്ങി പോകാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മളിവിടെ വന്ന് ആമേൻ സ്വന്തം നമ്മൾ വാടി തളർന്നിരുന്നാൽ ഒന്നും കൊണ്ടുപോകത്തില്ല. യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ഇവിടെ അവിടെ നിന്ന് മഹാദിനത്തിൽ പറഞ്ഞ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോ മഹാസന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ 2024 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നമുക്ക് തന്നു, ഇല്ലേ? അന്നില്ലേ? ഹല്ലേലൂയ. ആമേൻ. എന്നാൽ യേശു ഇത് വിളിച്ചു പറയുന്ന സമയത്ത് യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. യേശു സാധാ ഒരു മനുഷ്യനായിരുന്നു. യേശുവിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, യേശു ജനിക്കുമ്പോൾ തന്നെ ദൂതൻ വന്ന് പറഞ്ഞു, ആമേൻ, മറിയോട് എന്നാ പറഞ്ഞ? നിന്റെ കുഞ്ഞ് അവൻ മദ്യവും വീഞ്ഞും ഒന്നും സേവിക്കത്തില്ല, അവൻ അനേക പാപികളെ രക്ഷയിലേക്ക്, നീതിയിലേക്ക് അവൻ വഴി നടത്തുന്നവനായിരിക്കും. അവന്റെ ഉള്ളിൽ അവൻ പരിശുദ്ധാത്മാവിലാണ് അവൻ ജനിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടായിരുന്നു, അല്ലേ? പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ 30 വയസ്സ് വരെയും അവൻ ആ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവ് വഴി നടത്തി. എന്നാൽ തന്റെ ശുശ്രൂഷ സമയത്ത് 30 വയസ്സായപ്പോൾ താൻ ശുശ്രൂഷയുടെ ഭാഗത്തിലേക്ക് വന്നു. യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ സ്നാനമേൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. യോർദാന്റെ അടുക്കലേക്ക് ചെന്നു. അതിനകത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാം, അവിടെ സ്വർഗത്തിൽ നിന്ന് പ്രാവെന്ന രൂപേനെ പരിശുദ്ധാത്മാവ് വീണ്ടും ഇറങ്ങി വന്നു. വീണ്ടും ഒന്നുകൂടി പരിശുദ്ധാത്മാവ് അകത്തുണ്ട്, വീണ്ടും ഇറങ്ങി വന്നു. എന്തിനാ ഇറങ്ങി വന്നേ? ശുശ്രൂഷയ്ക്കായിട്ട്, അല്ലേ? അവൻ അതിന്റെ അർത്ഥം എന്താ? അവൻ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, സ്നാനമേറ്റവരാ. പക്ഷേ അവൻ ശുശ്രൂഷയ്ക്കായിട്ടൊരു വാഞ്ച നമുക്കുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് ചെയ്തതുപോലെ ഈ ലോകത്തിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്കൊരു വാഞ്ചയുണ്ടെങ്കിൽ, ഒരു ദാഹമുണ്ടെങ്കിൽ, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ അടുത്തൊരു തലം നമ്മളിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് യേശു പറഞ്ഞു, ആമേൻ, ദാഹിക്കുന്നവരൊക്കെ എന്റെ അടുക്കൽ. അവൻ ഒരു ദാഹം ഉണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം ഒരു ദാഹം ഉണ്ടായിരിക്കണം. യേശുവിനെ പറയുവാൻ, പിതാവിനെ പറയുവാൻ, പിതാവിനെ പ്രസന്റ് ചെയ്യുവാൻ ഒരു ദാഹം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ ഒരു ദാഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മെ എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ കൃപകളെ, അതിനകത്ത് ഒഴുകി ഇറങ്ങുന്ന ശക്തിയെ, ആ അഭിഷേകത്തെ അവൻ അത് വർദ്ധിപ്പിക്കുവാനിടയായിത്തീരും. എവിടെ നിന്നാ? നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വർദ്ധിപ്പിക്കുക. ജീവന്റെ നദി എന്ന് പറയുമ്പോൾ അനവധി നദികളുണ്ട് കേട്ടോ. ആമേൻ. അതിലൊന്നാണ്, ആമേൻ, സ്തോത്രം, വിശുദ്ധി എന്ന നദി. ഹല്ലേലൂയ. ആമേൻ. അതിനകത്തൊന്നാണ് ലോകശാന്തി എന്ന നദി, ഭൂതങ്ങൾ പുറത്തു പോകുന്ന നദി. ഹല്ലേലൂയ. അതിനകത്ത് മുടന്തൻ നടക്കുന്ന നദിയുണ്ട്, ചെങ്കടൽ കേൾക്കുന്ന നദിയുണ്ട്, ഓമൻ സംസാരിക്കുന്ന നദിയുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവിടെ കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്ന ഒരു നദിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ നദികളെല്ലാം ദൈവം വെച്ചിരിക്കുന്നത് തന്റെ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെ അകത്താണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷം വരാത്തവരുണ്ടല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നദികളെല്ലാം ദൈവം നമ്മുടെ അകത്ത് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു പറയാണ്, ആമേൻ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിൽ നിന്ന് കുടിപ്പിൻ. അപ്പോൾ യേശുവിന്റെ വാക്ക് കേൾക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അതരത്തിൽ നിന്ന് നെഗറ്റീവ് വേർഡുകളല്ല വരുന്നത്. യേശുവിന്റെ അതരത്തിനകത്ത് നിന്ന് വരുന്നത് പോസിറ്റീവ് വേർഡാണ്, ജീവിപ്പിക്കുന്ന വചനം, അല്ലെ? ആ വചനം ഒന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ, നമുക്കറിയാം, സ്തോത്രം, അതൊന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ വെളിപ്പെടും, ജീവൻ വെളിപ്പെടും, അല്ലെ? കാരണം എന്താ? ജീവനും ദൈവത്തിന്റെ ആത്മാവുമാണ് യേശുവിന്റെ അതരത്തിലൂടെ പുറത്തു വരുന്നത്. എന്താണ് പറയുന്നത്? ജീവനും ആത്മാവുമാണ്
യേശുവിന്റെ അതിരത്തിൽ നിന്ന് പുറത്തു വരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ ജീവനും ആത്മാവും നമ്മുടെ നടുവിലുണ്ട്. അത് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിനകത്തുനിന്ന് അത് കവിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം എന്താണെന്നറിയോ, ഓരോ പ്രസംഗം പ്രസംഗിക്കുമ്പോഴും ദൈവമക്കളുടെ പ്രസംഗം വെറുതെ ആവില്ല. നിങ്ങൾ ആരൊക്കെ പ്രസംഗിക്കുവാൻ ഇറങ്ങിയാലും ആരാണ് നിങ്ങൾ പ്രസംഗിക്കാൻ വിടുന്നത്? യേശുവാണ്, അല്ലേ? യേശു നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിലൊക്കെ യേശു പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ അയച്ചിരിക്കുന്നത്. ആണോ, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ പ്രസംഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആമേൻ. ആ പ്രസംഗിക്കുന്ന വ്യക്തിയിലൂടെ ആമേൻ നമ്മുടെ ജീവന്റെയും ആത്മാവിന്റെയും ഒരു വലിയൊരു പ്രദർശനം അതിനകത്ത് ഉണ്ടാകുവാനിടയായി. ഇന്ന് പകലിലും ആമേൻ നമ്മുടെ നടുവിൽ ഒരു പ്രദർശനം ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റിമറിച്ചിൽ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിനകത്ത് നിന്ന് അത് പുറപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വെറുതെ അല്ല നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെയോ അവൻ ഇന്ന് പകലിൽ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ കാണണം. ഇന്ന് ഞാൻ ഇതിനകത്ത് വന്നതിനൊരു കാര്യകാരണമുണ്ട്. അത് നടക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ആമേൻ നിങ്ങൾ ആമേൻ വിശ്വാസത്തോടെ നിങ്ങൾ ആമേൻ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, വചനത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിനകത്ത് നിന്ന് ആ ശക്തി പുറപ്പെടും, ആ അഭിഷേകം പുറപ്പെടും, ആ മഹത്വം പുറപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്കറിയാം, മഹത്വവാനായ ദൈവം ആ മഹത്വത്തെ പ്രദർശനശാലിയാക്കി തീർക്കുന്ന പകൽക്കാലമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാം, ഹല്ലേലൂയ, യേശു വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിനെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നോ അതിന്റെ നടുവില് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. അത് ചെറിയൊരു ശക്തിയല്ല കേട്ടോ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവിനൊത്തവണ്ണം അത് നിങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കണമേ, അവിടെ പറയുന്നു, യേശു ഇത് പറയുമ്പോൾ യേശു സാധാ മനുഷ്യനാണ്. യേശുവിന്റെ മഹത്വം എവിടെ വെച്ചിരിക്കുക? സ്വർഗത്തിൽ വെച്ചിട്ടാണ് താൻ ഇവിടെ വന്നത്. വെറും മനുഷ്യനായിട്ട്, നമ്മെ പോലെ ഒരാളായിട്ട് ആമേൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം തന്നെ 13-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. ലാസ്റ്റ് സഫർ നടക്കുമ്പോൾ അല്ലെങ്കിൽ അവസാന അത്താഴം യേശു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് യേശു എന്താ പറഞ്ഞേ? നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യുക. യേശു എന്നാ പറഞ്ഞേ? നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യുക. യേശു പറയുകയാണ്. യേശു അപ്പോൾ ആരാണ്? വെറും ഒരു നമ്മളെ പോലെ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നമുക്ക് കോപം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, വിചാരങ്ങൾ ഉണ്ടാവും, ഇല്ലേ? യേശു പറയുകയാണ്, യേശുവിനെ അറിയാം യേശു എന്ത് ചെയ്യാൻ പോവാ. യേശുവിന്റെ മരണാനന്തര സമയം അടുത്തിരിക്കുന്നെന്ന് യേശുവിന് മനസ്സിലായി. യേശുവിന് മനസ്സിലായി, ഞാൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. യേശു എവിടെ പോവാണ്? മഹത്വത്തിലേക്ക്. എന്ന് പറഞ്ഞാൽ യൂദ പോകുന്ന എന്തിനെന്ന് യേശുവിന് അറിയാമായിരുന്നു. അവൻ ഇനി അധികം താമസിക്കാതെ യൂദ ആളുമായിട്ട് വരും. എന്തിനാണെന്നറിയാമോ? യേശുവിനെ ക്രൂശിക്കാൻ. ഹല്ലേലൂയ. നമ്മള് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മെ ക്രൂശിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് പ്രിയരേ. ഹല്ലേലൂയ. നമ്മളെ ക്രൂശിക്കുന്ന ആമേൻ, നമ്മളോട് എന്തെങ്കിലുമൊക്കെ നമ്മളെ പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആമേൻ നാശത്തിന്റെ വഴിയിലേക്ക് വഴി പറഞ്ഞു തരുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. യേശു ഇവിടെ യേശുവിനെ കൊല്ലാൻ പോകുന്ന ആള് അവൻ ഇറങ്ങി പോയിട്ട് യേശു പറഞ്ഞു, ഞാൻ മഹത്വപ്പെടാൻ വേണ്ടി പോവാ.
ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആമേൻ. ഞാൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്കൊരു മഹത്വം ഉണ്ടായിരുന്നു. ഞാൻ ദൈവമായിരുന്നു. യേശുവിനറിയാം ഞാൻ ദൈവമായിരുന്നു. ആ ദൈവീയത്തോടെ മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ആ മഹത്വം അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നവനാണെന്ന് യേശുവിനെ അറിയാമായിരുന്നു. ഇതാ ആമേൻ, ആ ദൈവം ആമേൻ യേശുവിന്റെ അകത്തുള്ളത് കൊണ്ട് യേശു പറഞ്ഞു, ഞാൻ എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ അകത്തിരുന്ന പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഓൾറെഡി നീ മഹത്വപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് ആമേൻ പരിശുദ്ധാത്മാവ് പറയാൻ കാരണം, യേശുവിന്റെ ജനനം മുതൽ യേശുവിന്റെ 33 വർഷക്കാലം വരെ യേശുവിന്റെ സ്വഭാവവും പ്രവൃത്തിയും നോട്ടവും ചിന്തയും എല്ലാം രുചിച്ചറിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആമേൻ, ഞാൻ നിന്നെ മഹത്വീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ചൊരു ദൂതുണ്ട്. നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളൊക്കെ പല നിലവാരത്തിൽ സംസാരിക്കുകയും നോക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിച്ചവരുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടതിന് ശേഷം ഒരുവൻ നമ്മുടെ അകത്ത് വന്നു. ഹല്ലേലൂയ. അകത്ത് വന്ന ആള് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ആ വന്നത് നമുക്ക് എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പഠിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നു എന്നാണ്. അല്ലേ? എന്തിനാണെന്നറിയാം? നമ്മൾ അവിടെ എത്തിക്കുന്നത് വരെ ഈ പരിശുദ്ധാത്മാവിന്റെ സാമീപ്യം നമ്മളിലുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികളിൽ വരെയും പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. അല്ലേ? അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? തീ മതിൽ കെട്ടി നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭയെ ഒക്കെ തീ മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്നത് പ്രൈസ് ദി ലോർഡ് വെറുതെയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. നമ്മുടെ സംസാരം, നമ്മുടെ ചിന്ത, നിരൂപണങ്ങളെല്ലാം അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? ആ ദൈവം എൻ്റെ അകത്താണ് വസിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ട് ആ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും, നിന്റെ കൈയുടെ അധ്വാന ഫലം നീ ഭക്ഷിക്കും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെയുമായിരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇതുപോലെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവൻ യേശുവിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ മഹത്വീകരിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 17:5. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ വസിക്കുന്നത് നമുക്കറിയാം, നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. നമ്മുടെ അകത്തിരിക്കുന്ന ആളാരാ? ഹല്ലേലൂയ. ജഡം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം സന്തോഷമാണ്, അല്ലേ? കാര്യം പുറമേ ഉള്ളതെല്ലാം നമ്മൾ കാണുന്നവരാ. പുറമേ കാണുന്നതെല്ലാം നമ്മൾ സന്തോഷിക്കുന്നത്. ലോകം മുഴുവൻ സന്തോഷിക്കുന്നതില്ല, പുറമേ വരുന്ന കാര്യങ്ങൾ, അല്ലേ? പുറമേ ഒരു നല്ല വീട് കിട്ടിയാൽ സന്തോഷിക്കും, നല്ല വാഹനം കിട്ടിയാൽ സന്തോഷിക്കും, അല്ലേ? നല്ല വിവാഹം നടന്നാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിവാഹം നടന്നാൽ സന്തോഷിക്കും, ഇല്ലേ? സന്തോഷിക്കത്തില്ലേ? അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറമേ നോക്കുന്നവരാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാം സന്തോഷമാണ്. പൈസല്ലോ ചിലർക്ക് പുറമേ നോക്കിയാലും സന്തോഷമില്ല. ഹല്ലേലൂയ. എന്നാൽ ആമേൻ. ഇവിടെ വചനം പറഞ്ഞ ഒന്നുകൂടെ വായിക്കാതെ, ഇപ്പോൾ പിതാവേ ലോകമുണ്ടാകുന്നതിന് മുമ്പ്, ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കഥയാണ്. എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവിന്റെ അടുക്കൽ ഒരു മഹത്വം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ, ആ മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ എന്നെയും ഇന്ന് നിന്റെ
നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പിതാവിനോട് പറയേണ്ട, കർത്താവേ, നിന്റെ മഹത്വം അനുദിനം എന്നിലൂടെ വെളിപ്പെടണം. നിന്റെ മഹത്വം എന്റെ കുടുംബം കാണണം. ആമേൻ. നിന്റെ ദേശം കാണണം, അത് എന്റെ പട്ടണം കാണണം, അത് രാജ്യങ്ങൾ കാണണമെന്ന് എത്ര പേർ ആത്മാർത്ഥതയോടുകൂടി ഇന്ന് പകലിൽ ആമേൻ ആമേൻ വിശ്വസിക്കുന്നു. ആമേൻ. എനിക്കറിയത്തില്ല, നിങ്ങളുടെ വിശ്വാസമാണ് അത് ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നതെങ്കിൽ ആ വിശ്വാസം നിങ്ങളെ ഇന്ന് പകൽക്കാലം രക്ഷിക്കുവാൻ ഇടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. അവൻ നാണിച്ചു പോകത്തില്ല. അവൻ സ്തോത്രം നിത്യം അവൻ തേജസ്സിൽ തന്നെ വസിക്കുവാൻ ഇടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായിരിക്കാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ചേർന്ന് പറയാൻ കഴിയുമോ? പിതാവേ, അവിടുന്ന് എന്നെ അനുദിനം അവിടുത്തെ പുത്രനെ എന്നിലൂടെ ഒന്ന് മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് നാം എന്ന വ്യക്തിയുടെ മഹത്വമല്ല. പിന്നെ ആരുടെ മഹത്വമാണ്? യേശുവിന്റെ മഹത്വം എന്നിലേക്കും നിങ്ങളിലേക്കും ദൈവമായിരിക്കുക. യേശുവിൻ്റെതായ മഹത്വം, അല്ലേ? ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ അകത്തിരുന്ന ആളാരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താ? അവിടെ നോക്കുമ്പോൾ അവിടെ സ്നേഹമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ ദീർഘക്ഷമയുണ്ട്, അവിടെ വിശ്വസ്തതയുണ്ട്, അവിടെ പരോപകാരമുണ്ട്, അവിടെ ഇന്ദ്രിയ ജയമുണ്ട്, അവിടെ സൗമ്യതയുണ്ട്. പ്രിയരെ, ഈ പരിശുദ്ധാത്മാവിന്റെ ആമേൻ 9 ഫലങ്ങളാലും കർത്താവ് എന്നെയും നിങ്ങളെ നിറച്ച് ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിങ്ങളത് വിശ്വസിച്ചാൽ അവന്റെ മഹത്വം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതാ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ലോകത്തെ അല്ല വിശ്വസിക്കേണ്ടത്, മനുഷ്യനെ അല്ല വിശ്വസിക്കേണ്ടത്, മനുഷ്യരുടെ വാക്കുകളെ അല്ല വിശ്വസിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ അതിനകത്തുള്ള ജീവൻ, അതിനകത്തുള്ള ആത്മാവ്, അത് നദി പോലെ, ഒരു നദിയായിട്ടല്ല. യേശു പറഞ്ഞു നദികൾ ഒഴുകുമെന്നാണ്. നദികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിനകത്ത് അനവധി അറകളുണ്ട്. അറകൾ. ഹല്ലേലൂയ. ഓരോ അറയ്ക്കകത്തും അവൻ എന്താണോ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് പുറത്തൊഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ നമുക്ക് കാണുമ്പോൾ പല വികാരങ്ങളുണ്ടാവും, ഇല്ലേ? വിചാരങ്ങളുണ്ടാവും. അപ്പൊ എന്ത് വിചാരമാണ് നിന്റെ അറയ്ക്കകത്തിരിക്കുന്നത്? ഹല്ലേലൂയ. അതിൽ നിന്നാണ് സ്തോത്രം ആ ജീവൻ ഒഴുകി ഇറങ്ങുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അടുത്ത വചനത്തിലേക്ക് കിടക്കാം. യോഹന്നാൻ 17, 20, 22. 17, 20 തുടങ്ങി 22 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയോ ഞാൻ യേശു പറയാണ്, അവൻ ഈ അപ്പോസ്തലന്മാർക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, പിന്നെയോ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക്. ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന, ഞാനും നിങ്ങളുമായിരിക്കുന്ന നമുക്ക് വേണ്ടി കൂടെയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ യേശുവിൽ ആരൊക്കെയാണോ വിശ്വസിക്കുന്നത്, അല്ലെ? യേശുവിനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോ യേശുവിന്റെ മുഖം കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്, കണ്ണ് കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. ആമേൻ. യേശുവിന്റെ മൂക്ക് കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്, അല്ലെ? വായിൽ നിന്ന് വരുന്ന വചനം കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. പല തലത്തിൽ യേശുവിന്റെ പാദം കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ മുഴുവനായിട്ട് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശുവിനെ മുഴുവനായിട്ട്, ആമേൻ, ഹല്ലേലൂയ, യേശു A to Z യേശുവായി നമ്മൾ തീരണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറയണേ. അവിടെ പറഞ്ഞു നമുക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി കൂടെ യേശു ഇത് ചെയ്തിരിക്കുക. കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ
ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴികൾ യേശുവിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ആ മൊഴികൾ ഇന്ന് യേശുവിന്റെ ഉള്ളിലല്ല ഇരിക്കുന്നത്, ഇന്ന് സഭയാകുന്ന നമ്മുടെ മേലാണ് ഇരിക്കുന്നത്. യേശുവിനെ പൂർണ്ണമായിട്ട് ആർക്ക് തന്നു? സഭയാകുന്ന നമുക്ക് തന്നു. ഹല്ലേലൂയ. സഭയാകുന്ന നമ്മുടെ ഉള്ളിൽ അതിരിക്കുകയാണ്. നമ്മളിൽ നിന്നാണ് ലോകം അത് കുടിക്കേണ്ടത്. ആണോ അല്ലേ? അതുകൊണ്ട് നമ്മൾ എത്ര ശുദ്ധിയുള്ളവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിൽ നിന്നാണ് ലോകം കുടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ പറയുന്ന വ്യക്തി എത്ര ശുദ്ധീകരണമുള്ളവനായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുറമേ നോക്കിയാൽ നമുക്ക് അശുദ്ധി വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം. പക്ഷെ അകത്തിരിക്കുന്ന ആളെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ആരുണ്ട്? കൊലോസ്യർക്ക് ലേഖനം പറയുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നു. ആ ക്രിസ്തുവിൽ എന്തില്ല? പാപമില്ല, അതിനകത്ത് രോഗമില്ല, അതിനകത്ത് ബന്ധനമില്ല. ഞാൻ പുറമേയുള്ള കാര്യമല്ല പറയുന്നത്, അകമേയുള്ള ആളുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലാക്കുക? ഹല്ലേലൂയ. പുറമേയുള്ള ബോഡിയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, അകത്തിരിക്കുന്ന ആളുടെ കാര്യമാണ് പറയുന്നത്. അതാ പ്രത്യാശ, അതാ വിശ്വാസം. അകത്തിരിക്കുന്നവന്റെ അകത്ത് അസൂയയില്ല, നുണയില്ല, പരദൂഷണമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദ്വന്ദ്വപക്ഷമില്ല, അതിനകത്ത് ഒരു ജഡത്തിന്റെ പ്രവൃത്തിയുമില്ല. അതിനകത്ത് ആരേ ഉള്ളൂ? അതിനകത്ത് ജീവനേ ഉള്ളൂ, ജീവന്റെ സമൃദ്ധിയേ ഉള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പുറമേ നോക്കും, നമ്മുടെ അകത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം. നമ്മളെ തന്നെ ഒന്ന് വീക്ഷിക്കണം. പ്രാർത്ഥനയിൽ മുഴങ്കാലിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ഒന്ന് വീക്ഷിക്കണം. നമ്മുടെ ക്രിസ്തുവിനെ തന്നെ, ആ ക്രിസ്തുവിലേക്ക് നമ്മുടെ കണ്ണ് ഓടണം. നമ്മുടെ അകക്കണ്ണ് തുറക്കണം, ആത്മക്കണ്ണ് തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ തുറക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ആമേൻ. ആ ക്രിസ്തു പ്രകാശിക്കാത്തതാണ്. ആ ക്രിസ്തുവിന്റെ മഹത്വം ഇങ്ങോട്ട് പുറത്തു വരും. അത് പ്രാർത്ഥനയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാ യേശു പറഞ്ഞത്, നിങ്ങൾ ഇടപെടാതെ മടുത്തു പോകാതെ ഏത് സമയത്തും എപ്പോഴും അവൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നതിന്റെ കാര്യം, അവൻ ആ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ ഈർഷ്യയോടെ, പടക്കത്തോടെ, കോപത്തോടെ അവൻ മുട്ടുമടക്കരുത്. പിന്നെയോ അവൻ സ്നേഹവാനായ യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിശ്ചയമായും ആ വെളിച്ചം നിങ്ങളുടെ അകത്തേക്ക് വീശുവാൻ തുടങ്ങും. അകത്തു നിന്ന് ആ വെളിച്ചം അത് പുറത്തേക്ക് വെളിപ്പെടുവാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് അത് വ്യാപരിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 10 തുടങ്ങി 10-12 വാക്യമാണ് തോന്നുന്നു. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്തെന്നറിയോ? അവൻ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ആമേൻ, ആ ആത്മാവ് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ജീവിപ്പിക്കുന്നവന്റെ ആത്മാവ്, ഹല്ലേലൂയ, മരിച്ചവന്റെ ആത്മാവല്ല, പിന്നെ ജീവിപ്പിക്കുന്നവന്റെ ആത്മാവ്, ഹല്ലേലൂയ, ജീവൻ നൽകുന്നവന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്. അത് ചിലരുടെ മേൽ ജീവൻ കൊണ്ടുവരും. അത് ഇതിനകത്ത് ചിലർക്ക് സൗഖ്യം കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അവന് പുതിയതായി ചിലതിനെ സൃഷ്ടിക്കുവാൻ കഴിയും. അവൻ സൃഷ്ടിപ്പിന്റെ ഉടയവനാണ്. അവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചിലത് ഉണ്ടായെങ്കിൽ ഇന്ന് പകൽക്കാലം ചില അവയവങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. അത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അവൻ ഇല്ലാതിരിക്കുന്നത് എവിടെയാണോ ശൂന്യം, എവിടെയാണോ ശൂന്യമായിരിക്കുന്നത്, ഏത് പടകാണ് ശൂന്യമായിരിക്കുന്നത്, ഇന്ന് പകൽക്കാലം ആ പടകിനെ, ആമേൻ, ഹല്ലേലൂയ, ഫുൾഫിൽ ചെയ്യുന്ന യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്. ആമേൻ. നിന്റെ പടക് നിറയാൻ വേണ്ടി പോവുകയാണ്. നിന്റെ സാമ്പത്തിക ഭദ്രത അത് നിറയാൻ വേണ്ടി പോവുകയാണ്. നിന്റെ ആത്മീയ ഭദ്രത അത് നിറയാൻ വേണ്ടി പോവുകയാണ്. ആത്മാവിന്റെ ഐശ്വര്യം നീ കാണാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എന്നാൽ എന്നോട് ചേർന്നെന്ന് പറയാമോ? ജീവനും മരണവും നിങ്ങളുടെ ആദരത്തിലിരിക്കുകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ജീവൻ വിളിച്ചു പറഞ്ഞാൽ ഊമനായിരിക്കുന്നവന് ദൈവത്തിന് വേണ്ട. ഇന്ന് പകൽക്കാലം ഊമ വിഗ്രഹത്തിന്റെ അടുത്തല്ല നമ്മൾ ഇരിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിന്റെ മുമ്പിലത്രേ നമ്മളായിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ അതരം തുറന്നെന്ന് പറഞ്ഞാട്ട് എന്നിൽ ജീവനുണ്ട്. പറ പറ പറ, എന്നിൽ ജീവനുണ്ട്, എന്നിൽ സമൃദ്ധിയുണ്ട്, എന്നിൽ സമൃദ്ധിയുണ്ട്, എന്നിലാണത് വസിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്കത്? ഹല്ലേലൂയ. ചിലരൊന്നും വാ തുറക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നിങ്ങളുടെ അത്തരം തുറന്നു വിടാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. റോമർക്കെതിരെ 8-ാം അധ്യായം അതിന്റെ 29-30. യേശുവിനെ മരിച്ചു ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മതശരീരങ്ങളെ ജീവിപ്പിക്കും. നോക്കണേ, അപ്പൊ യേശുവിന്റെ ആത്മാവ് നമ്മൾ സ്നാനപ്പെട്ടപ്പോ ഇവിടെ വന്നു, നമ്മുടെ അകത്ത് വന്നു. നമ്മൾ വിശ്വസിച്ച് അത് അതരം കൊണ്ട് പറയുമ്പോ അത് സംഭവിക്കുകയാണ്. അവിടെയാണ് നിങ്ങളുടെ അതരം തുറക്കേണ്ടത്. ഹല്ലേലൂയ. അതരം തുറക്കാതിരിക്കുന്നുവെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റർ വിളിച്ച് ഒരു ഉപവാസ പ്രാർത്ഥന എത്രയും വേഗം ക്രമീകരിക്കുന്ന നന്നായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയുടെ സാധ്യത ഇതിനകത്ത് ചില കുടുംബത്തിന് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് സാധ്യത എന്ന് ചോദിച്ചാൽ അവിടെ വചനം ആവശ്യമാണ്. വചനം ആവശ്യമാണ്. റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 29-30 വാക്യം ഒന്ന് വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ. ആമേൻ. അപ്പോ ദൈവം എന്ത് ചെയ്തു? ദൈവം നമ്മെ മുന്നറിഞ്ഞു, അല്ലേ? എന്നെ നിങ്ങളെ ദൈവം മുന്നറിഞ്ഞു. ലോക സ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞ, ഈ ഭൂമിയിൽ വെച്ച് അറിഞ്ഞതല്ല. പലരും പറയാറുണ്ട്, ഞാനാണ് നിങ്ങളെ വഴി നടത്തിയത്, ഞാനാണ് നിങ്ങളെ കൈക്ക് പിടിച്ചതെന്ന് പറഞ്ഞാലല്ല. പിന്നെ എവിടെയാ? ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം കണ്ടതുകൊണ്ടാ ഇന്നിവിടെ വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുന്നറിഞ്ഞവരെ ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ യേശു ക്രിസ്തു നമുക്കെല്ലാവരിലും മൂത്ത ജ്യേഷ്ഠനായി. ആമേൻ. സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. സ്വരൂപത്തോട് അനുരൂപരാകും. നോക്കണേ, അവിടെ ശ്രദ്ധിക്കണം, പോയിട്ട് ശ്രദ്ധിക്കണം. ദൈവം യേശു ക്രിസ്തുവിനെ പോലെ നമ്മളായി തീരണം, അല്ലേ? അങ്ങനെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ മുൻ നിയമിച്ചവരായ നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നീതീകരിച്ചിരിക്കുന്നു. നീതീകരിച്ചവരെ ദൈവം തേജസ്കരിച്ചിരിക്കുന്നു. അപ്പോ നമുക്കൊരു നീതീകരണം, ആ നീതീകരണമായി സഭാ നടക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ വചനം. നീതിമാനായ ഒരുവനേ ഉള്ളൂ, അത് ദൈവം മാത്രമാണ്. അത് പിതാവായ ദൈവം മാത്രമാണ്. അത് യഹോവയായ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ നീതീകരണം, ആ ദൈവത്തിന്റെ നീതി അത് പുത്രനിൽ വെളിപ്പെടുത്തിയിട്ട് ദൈവം അത് സ്റ്റോപ്പ് ചെയ്തില്ല. അത് സഭയ്ക്ക് കൊടുത്തു. അത് എനിക്കും നിങ്ങൾക്കും നൽകി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ നീതിയും ആ വിശുദ്ധീകരണവും ആ തേജസ്കരണവും ദൈവം എന്നിലും നിങ്ങളിലും ചെയ്തിരിക്കുകയാണ്. പ്രിയരെ, ഇതിനകത്ത് ദൈവം നീതീകരിച്ചവരുണ്ട്, തേജസ്കരിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് അറിഞ്ഞവരുണ്ട്. ചിലർ ഇത് അറിഞ്ഞ് അതനുസരിച്ച് സ്റ്റെപ്പ് വെക്കുന്നവരുണ്ട്. എന്നാൽ ചിലര് ഇത് അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മളെ നീതീകരിച്ചെങ്കിൽ, ദൈവം നമ്മളെ തേജസ്കരിച്ചെങ്കിൽ, അതേ പ്രവൃത്തി എന്നിലും നിങ്ങളിലൂടെ അനേകായിരങ്ങളിൽ ചെയ്യാൻ, അനേക ലക്ഷങ്ങളിൽ ചെയ്യാൻ, അനേക കോടാനുകോടി ജനത്തിന്മേൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാമോ? ആ ശുശ്രൂഷ വച്ചിരിക്കുന്ന നിങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷ വെച്ചിരിക്കുന്ന നിങ്ങളിലാണ്. ഹല്ലേലൂയ. അത് യേശു കർത്താവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ചെയ്യുന്ന ഒരു സംഭവമല്ല. അത് ഞാനും നിങ്ങളും ചെയ്താലേ അത് വെളിപ്പെടുത്തുള്ളൂ. ഉയരത്തിൽ നിന്ന് ഒരു ദൂതനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സുവിശേഷീകരണം ചെയ്യേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ സുവിശേഷത്തിലൂടെയാണ് ആമേൻ നീതീകരിക്കപ്പെട്ട വ്യക്തി, തേജസ്കരിക്കപ്പെട്ട വ്യക്തി, മഹത്വീകരിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തി സംസാരിക്കുമ്പോൾ സഭയ്ക്കകത്ത് ആ നീതീകരണം വെളിപ്പെടും. സഭയ്ക്കകത്ത് ആ തേജസ്കരണം വെളിപ്പെടും. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരു കരങ്ങളെ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവിന് നന്ദി പറഞ്ഞ നല്ല ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ആമേൻ. സമയമില്ലാത്തതുകൊണ്ട് ഓടിപ്പോവുകയാണ്. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 1 തുടങ്ങി 4 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 തുടങ്ങി 4 വരെയുള്ള വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പോസ്തലന്മാര് 120 പേർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ എന്ത് ചെയ്തു? നിറച്ചു. എന്ത് നിറഞ്ഞു? അഗ്നിജ്വാല പോലുള്ള പിളർന്നിരിക്കുന്ന നാവുകൾ അവിടെ പ്രത്യക്ഷമായി. നോക്കണേ. അപ്പോൾ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നാവിൽ പരിശുദ്ധാത്മാവ് തൊട്ടു എന്നാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ നാവിലാ തൊട്ടെ. ഇന്ന് പകൽക്കാലം ചിലരുടെ നാവിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുവാൻ പരിസരം മറന്ന്, ഹല്ലേലൂയ, ഭവനം മറന്ന്, വ്യക്തികളെ മറന്ന് അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകലിൽ അവൻ പരിശുദ്ധാത്മാവ് ചിലരുടെ നാവിനെ ഒന്ന് തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നോക്കണേ. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോ നാവിനെ തൊട്ടു. പിന്നെ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. അവരുടെ സ്തുതി അങ്ങോട്ട് വർദ്ധിച്ചു, സ്തോത്രം അങ്ങോട്ട് വർദ്ധിച്ചു. അല്ലെ? സ്തോത്രവും എല്ലാം അങ്ങോട്ട് വർദ്ധിച്ചു. അവർ അവിടെ നിന്ന് വർദ്ധിച്ചത് മാത്രമല്ല, അവിടെ നിന്ന് അന്യഭാഷയിൽ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ ആമേൻ. നിങ്ങള് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ എൻ്റെ അടുക്കൽ വന്നപ്പോൾ അന്യഭാഷ അടയാളത്തോടു കൂടിയാണ് വന്ന പ്രിയരെ. 9 കൃപാവരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാം നമ്മുടെ ഉള്ളിനകത്ത് സെറ്റാണ്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ അന്യഭാഷ എന്ത് ചെയ്യും? കവിഞ്ഞ് അവൻ നാം ദൈവത്തിനെ സ്തുതിക്കുകയും അവൻ സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ അതിന്റെ വർധനവ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിനകത്ത് നിന്ന് അവൻ ആ കവിഞ്ഞൊഴുകുന്ന അന്യഭാഷയുടെ നദി അത് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് വരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്, അന്യഭാഷ പ്രാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഉള്ളിനകത്ത് എന്തുണ്ട്? അന്യഭാഷ അകത്തുണ്ട്. നിങ്ങൾ ദൈവത്തോട് എത്രത്തോളം ആത്മാർത്ഥത കാണിക്കും, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നിങ്ങൾ എപ്പോ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും, അപ്പോൾ അവൻ അതിനകത്തിരിക്കാൻ പറ്റത്തില്ല, അവൻ പുറത്തു വരും. ഹല്ലേലൂയ. അവൻ 1, 2, 3, 4 അക്ഷരമായി ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജീവന്റെ നദിയാ പുറത്തു വരുന്നത്. അതിനെ പിടരുത്, പിടിച്ചുകൊള്ളണം. ആ അന്യഭാഷ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാലുണ്ടല്ലോ, നിങ്ങളുടെ ഭവനത്തിനകത്ത് എത്ര പ്രശ്നമുണ്ടെങ്കിലും, നിങ്ങളുടെ പുറത്ത് എത്ര വിഷയമുണ്ടെങ്കിലും, പുറത്ത് എത്ര യുദ്ധമുണ്ടെങ്കിലും, അന്യഭാഷയിൽ നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ആമേൻ, നിശ്ചയമായും ഹല്ലേലൂയ, നിങ്ങളുടെ അകം മുഴുവൻ സ്വസ്ഥത കൊണ്ട് നിറയും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല, നിർത്തിക്കളയരുത്. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു നിർത്തേണ്ട സാധനമല്ല, അന്ത്യത്തോളം അത് പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ, ഒരു സ്ഥലത്ത് പറയുമ്പോൾ മറുമണ്ഡലത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്, മറുമണ്ഡലത്തിൽ അടയാളങ്ങൾ നടക്കുകയാണ്, മറുമണ്ഡലത്തിൽ വിടുതൽ നടക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപാവരങ്ങളെ കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ കൃപാവരങ്ങളെല്ലാം അവൻ എന്റെ മേൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ളതല്ല, അത് നിങ്ങൾക്കുള്ളതാണ്, അത് ജനത്തിനുള്ളതാണ്, അത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. പ്രിയരെ, കൃപാവരം ദൈവം ഒരു മനുഷ്യന്റെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവൻ ഒരുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിനാൽ അന്യഭാഷ അടയാളത്തോടുകൂടി അത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ കൃപകളാൽ നിങ്ങൾ നിറയുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ ഒന്നിച്ചിരുന്ന് ഒന്ന് വായിച്ചാട്ടെ ആ പദം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ എന്ത് ചെയ്തു? നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്നു. അപ്പൊ നോക്കണേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനം എന്ത് ചെയ്യും? നിറയും. പരിശുദ്ധാത്മാവിനാൽ നിറയും. എത്ര പ്രോബ്ലം ഉണ്ടായാലും നിങ്ങളുടെ ഹൃദയം എങ്ങനെ ചലിക്കുന്നു അതുപോലെ ആയിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സമാധാനമുണ്ടോ, ആ സമാധാനം നിങ്ങളുടെ ഭവനത്തിനകത്ത് വ്യാപരിക്കും. കാരണം എന്താ? നിങ്ങളുടെ അകത്താണിത്
ദൈവം തന്നിരിക്കുന്നത്. പ്രൈസലോ, നിങ്ങളുടെ ഹൃദയം സമാധാനമുള്ളതുപോലെ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിനകവും സമാധാനമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തും അസ്വസ്ഥത എന്ത് ചെയ്യും? അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസലോ, മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാധാന്യത കാണുന്നത്. എന്ത് വിഷയം വന്നാലും നമ്മുടെ ഹൃദയത്തെ യേശുവിനോട് ചേർത്ത് വചനത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ആ ഒരു സമാധാനത്തിനകത്ത് നമ്മൾ വരുവാനിടയായിത്തീരും. അല്ലേ? സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രിപുത്രൻ. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ? പ്രാർത്ഥനയാൽ, യേശുവിനോട് ചേർന്നിരിക്കുന്നതിൽ, ആമേൻ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നതിൽ, പരിശുദ്ധാത്മാവോടുകൂടി ചേർന്നിരിക്കുന്നതിലാണ് അവൻ സമാധാനം നമ്മുടെ ഭവനത്തിനകത്ത്, ഭവനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത്, നമ്മുടെ ഈ ബോഡിയിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ബോഡിയിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അത് നദിയായി അത് ഒഴുകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ബോഡിയിൽ സമാധാനമില്ലെങ്കിൽ, നമ്മുടെ അകത്ത് സമാധാനമില്ലെങ്കിൽ ആ സമാധാനം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 32 തുടങ്ങി 33 വരെയുള്ള വാക്യം, 2 വാക്യം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് വായിച്ചതാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 2-ന്റെ 32-33 വാക്യം വായിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ യേശുവിനെ ആര് ഉയർത്തെഴുന്നേൽപ്പിച്ചു? ദൈവമാണ് യേശുവിനെ എന്ത് ചെയ്തേ? പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അല്ലേ? നാമം മരിച്ചു കിടന്നവരല്ലേ? അല്ലേ? പാപത്താൽ, രോഗത്താൽ, ബന്ധനത്താൽ, അല്ലേ, തടവിനാൽ ഒക്കെ മരിച്ചു കിടന്നവരാ ഞാനും നിങ്ങളും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ആ യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്റെ മേലും നിങ്ങളുടെ മേലും ദൈവം തന്നതുകൊണ്ടാ ഇന്ന് നമ്മൾ ഉണർന്നിരിക്കുന്നത്, ഇന്ന് നമ്മൾ ബലവാനായിരിക്കുന്നത്, ഇന്ന് നമ്മൾ ശക്തരായിരിക്കുന്നത്, ഇന്ന് നമ്മൾ രോഗമില്ലാത്തവനായിരിക്കുന്നത്. ഇന്ന് പകലിൽ ആമേൻ നാം ദൈവത്തെ ആ സന്തോഷത്തോടെ ഉയർത്തുന്നതിന്റെ കാരണം ആ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേൽ ദൈവം അയച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. അയച്ചില്ല എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. പ്രിയരെ, മനസ്സിലാക്കണം. ദൈവം നമ്മൾ എന്ത് ചെയ്തു? അവൻ ഉയർപ്പിച്ചു. വായിച്ചേ. അതിന് ഞങ്ങൾ എല്ലാവരും അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. കാരണം ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ തൊട്ടതാ, ഞങ്ങൾ അനുഭവിച്ചതാ, ഞങ്ങൾ രുചിച്ചറിഞ്ഞതാ. ആരെ? യേശുവിനെ. ഹല്ലേലൂയ. യേശുവിനെ കണ്ടവരും തൊട്ടവരുമായ അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങൾ കണ്ടിട്ടുണ്ട് യേശുവിനെ, ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവൻ ആ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പലപ്പോഴും നമ്മുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ യേശു പിന്നെയും നമുക്ക് ചില കാര്യങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം. അപ്പൊ ആ യേശു ഇപ്പോൾ എവിടെ ഇരിക്കുക? യേശു ഇപ്പോൾ എവിടെ ഇരിക്കുക? പ്രിയരെ, എവിടെ ഇരിക്കുക? പിതാവിന്റെ വലത്തു ഭാഗത്ത്. ഇന്ന് മനുഷ്യനായിട്ടല്ല ഇരിക്കുന്നത്. നോക്കണേ, ഇന്ന് ദൈവമായിട്ടായിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറയാമോ? യേശു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ യേശു ഇരിക്കുന്നത് തേജോമയനായ ദൈവം, തലയിൽ രാജമുടികൾ, അല്ലെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, അല്ലെ, 10,000-ങ്ങളിൽ ശ്രേഷ്ഠൻ, അതരത്തിലൂടെ ജീവന്റെ നദി ഒഴുകുന്നവൻ, ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുവിക്കുന്നവൻ, ആമേൻ, മാറത്ത് പൊൻകച്ച അണിഞ്ഞവൻ, ആമേൻ, അതിന് തേജോമയനായ കർത്താവ്, വെള്ളോട്ടിന് സദൃശ്യമുള്ള പാദങ്ങൾ ഉള്ള കർത്താവായി ഇന്ന് ദൈവമായി, ആമേൻ, പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു, അതേ പ്രതിമ തന്നെ ഞാനും നിങ്ങളുമായിരിക്കുകയാൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു ദൈവമായി അവിടെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ കുട്ടി ദൈവങ്ങളായിരിക്കുക. സ്തോത്രം. ആ കുട്ടി ദൈവങ്ങളാണ് ഇവിടെ എന്നിട്ട് പറയുന്നത്. ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല, അല്ലേ? ഒരു കാര്യവും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുട്ടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അതായത് യേശുവിനേക്കാൾ സ്നേഹിച്ചു എന്നെ നിങ്ങളെ. എന്തിനാണെന്നറിയോ? അഗ്നി നരകത്തിൽ വീഴാതെ ഈ കുട്ടി ദൈവങ്ങളെയും കൂടെ അവിടെ എത്തിക്കണം. നമ്മൾ ഇരുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നോട്ട് താഴെ വന്നിട്ടാണ് വീഴ്ച പറ്റിയത്. എവിടെയൊക്കെയോ തട്ടി വീണത് ഇവിടെ വെച്ചാ, അല്ലേ? ഈ ഭൂമിയിൽ വന്നതിന് ശേഷമാണ് തട്ടി വീണത്.
പക്ഷേ ദൈവം ആമേൻ ആ വീഴ്ചയ്ക്ക് പകരം യേശുവിനെ തന്നിട്ട് യേശുവിന്റെ എല്ലാ നിറവും യേശുവിന്റെ എല്ലാ കൃപകളും നമ്മുടെ മേൽ ആഡ് ചെയ്തുകൊണ്ട് ഇതാ പുത്രന്മാർ എന്ത് ചെയ്യുകയാണ്? ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. മരിക്കുമ്പോൾ ബോഡി മാത്രമേ ഇവിടെ കിടക്കത്തുള്ളൂ, അകത്തിരിക്കുന്ന ആത്മാവ് പറന്നു പോകും. എവിടെ? സ്വർഗത്തിൽ. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമായി ഇരിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളായി, കുട്ടി ദൈവങ്ങളായി ഇരിക്കുവാൻ ദൈവം നമ്മളെ എടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര വലിയ പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന. ഭൂമിയിലും അതേ അതോറിറ്റി ദൈവം തന്നിരിക്കുന്നു. എന്തുകൊണ്ടാ? പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ നേരോടെ നടക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യനിലൂടെ ഈ ലോകത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ, ഈ ലോകത്തിൽ ക്യാൻസറിനെ സൗഖ്യമാക്കുവാൻ, ഹാർട്ട് പേഷ്യന്റിനെ സൗഖ്യമാക്കുവാൻ, അലർജി ഡിസീസിനെ മാറ്റുവാൻ, ഇരുട്ടിന്റെ അധികാരത്തെ മാറ്റുവാൻ, പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുവാൻ, അന്ധകാര ശക്തിയെ തകർക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും അധികാരം തന്നിരിക്കുകയാണ്. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. യാതൊന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുക ഇല്ല എന്ന് യേശു പറഞ്ഞുവെങ്കിൽ, പ്രിയരെ, എനിക്കും നിങ്ങൾക്കും ആ അധികാരം തന്ന് ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ബോധ്യമാകുന്നുണ്ട്? എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം വഹിച്ചുകൊണ്ട് നടക്കുന്നവരാ നമ്മൾ. മഹത്വം ഇന്ന് പുറത്തല്ല. നോക്കണമേ, ആമേൻ. 2024 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ ചെന്ന് ആമേൻ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ആമേൻ സ്തോത്രം ആമേൻ ശിഷ്യന്മാർക്ക് കൈമാറി. ആമേൻ ശിഷ്യന്മാർക്ക് കൈമാറിയ പരിശുദ്ധാത്മാവിനെ ഇന്ന് വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കൈമാറി തന്നുകൊണ്ടേയിരിക്കുന്നു. മഹത്വവാനായ ദൈവം, ആ മഹത്വമായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നമ്മുടെ മേൽ കൈമാറി കഴിഞ്ഞിട്ട് 2024 വർഷമായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത് വസിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിലാ. ആമേൻ. നമ്മുടെ ഹൃദയത്തിലാ, അല്ലേ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ഉള്ളത്തിലിരിക്കുക. ആമേൻ. അപ്പൊ ഉള്ളത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ യേശു ക്രിസ്തു എന്തൊക്കെ ചെയ്തു, പിതാവ് എന്തൊക്കെ ചെയ്തു, അത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അത് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അവൻ അസാധ്യമായതൊന്നുമില്ല. അവന് സകലതും സാധ്യമാണ്. ആമേൻ. അതാണ് യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിലും അധികം ആര് ചെയ്യും? നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞത്. അത് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ അകത്ത് വന്ന പരിശുദ്ധാത്മാവ്, യേശു ഭൂമിയിൽ ഇരുന്നത് വെറും 3.5 വർഷക്കാലമാണ്. എന്നാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നതോ എത്ര വർഷമായി? രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളായി? ഹല്ലേലൂയ. സ്നാനപ്പെട്ട് എത്ര നാളായി? ആമേൻ. അകത്തിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾ ആരെന്ന് തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾ ദൈവമാണെന്ന് യേശു പറഞ്ഞത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അല്ലേ? പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതാണ്, ഞാനതാണ്, നിങ്ങളതാണ്. ഹല്ലേലൂയ. നിങ്ങളെ കഴിയാത്ത ഒരു വല്ല കാര്യമുണ്ടോ? ദൈവം പറയാണ്, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. യേശു ഒരിക്കൽ യഹൂദന്മാരുടെ അടുക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്താണെന്നറിയാമോ? ഞാനും പിതാവും ഒന്നാകുന്നു. ഇത് പറഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്തു? കല്ലെടുത്തു. ആര്? യഹൂദന്മാർ. എന്തിനാ? യേശുവിനെ എറിയാൻ വേണ്ടി കല്ലെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും നാം പറയാണ്, എന്റെ അപ്പനാണ് ദൈവം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ആരുടെ മക്കളാ? വിശാലിന്റെ മക്കളാണ്? ദൈവത്തിന്റെ മക്കളാ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം. ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതെന്തോ പറയാൻ പറ്റുമോ? എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ചില ഇരുട്ടിന്റെ അധികാരങ്ങളെ യേശു കർത്താവ് ബ്രേക്ക് ചെയ്യുകയാണ്. ഇന്ന് ഈ സമയത്ത് ചില അന്ധകാരത്തിന്റെ ശക്തിയെ ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനകത്ത് സഭയ്ക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില
അധികാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതെ യേശു കർത്താവ് ഇപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവ തേജസ് വെളിപ്പെടട്ടെ, ദൈവ കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നോക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളാൽ അസാധ്യമായതൊന്നുമില്ല. നിങ്ങളുടെ അതരം കൊണ്ട് ആമേൻ സ്തോത്രം സാത്താനെ നിങ്ങളുടെ കാൽപാദത്തിലാക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ നിങ്ങൾക്ക് കാൽപാദത്തിലാക്കി നടക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നന്മകളെ വിളിച്ചു ചോദിക്കാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 60:61 പറയുന്നത് വായിക്കേണ്ട. ആമേൻ സ്തോത്രം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദാനം, മാനം, പുരാതന സമ്പത്ത്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും ആമേൻ ദൈവത്തിന്റെ മക്കൾക്കുള്ളതാണ്. എനിക്ക് നിങ്ങൾക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ ആമേൻ ആദരം തുറന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ നോക്കണേ. നന്മയും ആമേൻ സങ്കീർത്തനം 23 പറയുന്നത് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിൻപറ്റുമെന്ന. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, അത് അതരം തുറന്ന് പറയണം. അതരം തുറന്ന് എന്ത് ചെയ്യണം? ചുമ്മാ ഇരുന്നാ പറ്റത്തില്ല കേട്ടോ. അതരം തുറന്ന് പറയണം. ആരെ പേടിക്കുന്ന? ആരെ പേടിക്കുന്ന? ഏത് മനുഷ്യനെ പേടിക്കുന്ന? മനുഷ്യനെ പേടിച്ചാൽ ഉള്ള കാലം പേടിച്ചിരിക്കാനേ പറ്റൂ. ഞാൻ കുറെ കാലം പേടിച്ചിരുന്ന ആളാ. കർത്താവിന്റെ കൃപയാല പുറത്തു വന്നേ. ഹല്ലേലൂയ. സ്വതന്ത്രം സ്വതന്ത്രം മനസ്സിലാക്കണേ. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനത്തെ, നീതിയുള്ള വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആമേൻ നിങ്ങളുടെ അതിരത്തിലൂടെ പുറത്തു വിടണം. വചനം പറയുന്നത് വചനം നിങ്ങളുടെ കൺമുമ്പിലും നിങ്ങളുടെ ഹൃദയത്തിലും തന്നെ അല്ലേ? വചനം നമ്മുടെ അതിരത്തിലും നമ്മുടെ ഹൃദയത്തിലും. അപ്പോ ഹൃദയത്തിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം അതിരത്തിലൂടെ പുറത്തു വരണം. ഹല്ലേലൂയ. പുറത്തു വന്നാൽ അതിന്റെ മാഹാത്മ്യം കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളെക്കാൾ സ്പീഡില് ശത്രുവായവൻ നിങ്ങൾക്കെതിരായ അസ്ത്രങ്ങൾ അയക്കുന്നുണ്ടല്ലേ? ഹല്ലേലൂയ. അത് ഭയങ്കര ഇഷ്ടമാണ്. ശത്രുവിന്റെ അസ്ത്രം ഹല്ലേലൂയ അത് വരുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് അസ്ത്രം ആർക്ക് അയക്കാൻ കഴിയും? നിങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ആരെയും കെട്ടണ്ട, ആരെയും ബന്ധിക്കണ്ട. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും, എല്ലാം തുറക്കാൻ കഴിയും. യേശു വന്നിട്ട് എല്ലാം തുറക്കുകയാണ് ചെയ്തത്, ഒന്നും അടയ്ക്കുകയല്ലേ ചെയ്തത്. യേശു എല്ലാം തുറന്നു. ശത്രു കെട്ടി, യേശു തുറന്നു. ഓരോ ദിവസവും അതുണ്ട്, എല്ലാ ദിവസവും അതുണ്ട്. എല്ലാ ദിവസവും ഒരു കെട്ടുണ്ട്, എല്ലാ ദിവസവും ഒരു ബന്ധനമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഒരു ഓപ്പണിംഗ് ഉണ്ട്, എല്ലാ ദിവസവും ഒരു ഉയർപ്പുണ്ട്, എല്ലാ ദിവസവും ഒരു അനുഗ്രഹമുണ്ട്, എല്ലാ ദിവസവും മഹത്വമുണ്ട് അല്ലേ? ചിലർക്ക് ചില ദിവസം മാത്രമേ മഹത്വമുള്ളൂ. ചിലർ വെള്ളിയാഴ്ച മാത്രമേ മഹത്വം പിടിക്കത്തുള്ളൂ, ഞായറാഴ്ച മാത്രമേ മഹത്വം പിടിക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് എല്ലാ ദിവസവും എവരിടെ കർത്താവിന്റെ മഹത്വം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുടങ്ങി നിങ്ങൾ എത്ര പേർക്ക് അത് ആമേൻ അത് ചെയ്യാൻ കഴിയും? അതിനെത്തുന്ന പുറത്തേക്ക് നോക്കണേ. ഒരു വചനം കൂടെ വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. 1-2 വചനം. 1 യോഹന്നാന്റെ ലേഖനം 4:17 പറയുന്നു, നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. നോക്കണേ, എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക. നമുക്കില്ലാത്തൊരു സംഭവം അതാണ് അല്ലേ? സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇല്ലാത്തൊരു സംഭവമാണ് അല്ലേ? അവൻ യേശുവിനെ കൊല്ലാൻ വേണ്ടി, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പോയി യൂദ ഇറങ്ങിപ്പോയത് യേശു എന്നാ പറഞ്ഞേ? യേശു എന്താ പറഞ്ഞേ? എന്റെ പിതാവേ, ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുവൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും അവിടെ കയ്പുമില്ല, ഈർഷ്യവുമില്ല, മണക്കവുമില്ല. മഹത്വത്തിലേക്ക് ഞാൻ വരാൻ വേണ്ടി പോവാണ് എന്ന് യേശു പറഞ്ഞിരിക്കുക. നോക്കണേ, അതേ ഒരു മനസ്സ് അത് ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ പ്രാപിക്കുക. ഈ ദിവസങ്ങളിൽ അത് പ്രാപിച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യണം? അത് പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രാപിച്ചവരുണ്ട്, പ്രാപിക്കാത്തവരിൽ ഉണ്ട്. അവരെന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ അത് പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്ന ആ പദം ഒന്ന് വായിച്ചേ. അവൻ ഇരിക്കുന്നത് പോലെ. ആരിരിക്കുന്ന പോലെ? പറഞ്ഞേ, ആരിരിക്കുന്ന പോലെ? യേശു സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ഇരിക്കുന്നു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അവൻ ഇരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ രാജാതിരാജാവ്, കർത്താതി കർത്താവ് അല്ലേ? താൻ മാത്രം അമർത്യതയുള്ളവൻ അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്നേഹവാനായ പിതാവ്, സ്നേഹവാനായ പുത്രൻ ഇരിക്കുന്നത് പോലെ തന്നെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു കർത്താവ് ഇരിക്കുന്നത് പോലെ തന്നെ ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമണ്ഡലത്തിൽ ഇരുത്തിയിരിക്കുന്നു. നോക്കണേ, യേശു പറഞ്ഞാൽ ഭൂരാജാക്കന്മാർ ഓടി വരും ഇല്ലേ? അങ്ങനെയെങ്കിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഈ സഭ വലുതാകും. ഈ സഭ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് നിന്ന് ഒരു വലിയൊരു ജനം ഇതിനകത്ത് കയറി വരും.
നിങ്ങൾ എത്ര പേർ കാണുന്നുണ്ടത്? എന്തിനാണെന്നറിയോ? ഈ മഹത്വം പ്രാപിച്ച ജനം, ഈ യേശുവിനെ കണ്ട ജനം, യേശുവിനെ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കൾ ആരൊക്കെ എവിടെയൊക്കെ കിടക്കുന്നുവോ, ലോകരാജ്യത്തിൽ എവിടെ കിടക്കുന്നുവോ അവരെല്ലാം ഓടി ഇതിനകത്തേക്ക് വരും. ഇതിനകത്തിരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എന്താണെന്നറിയാമോ? കാരണം അവൻ ഇരിക്കുന്നത് പോലെ യേശു കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് പറ്റും? സകല ഭൂരാജാക്കന്മാരും യേശുവിന്റെ അടുക്കൽ വന്ന് വണങ്ങൂല്ലേ? അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരാ? ഹല്ലേലൂയ. നിങ്ങൾ ആരാണ്? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ആരാണ് എന്നുള്ള, എന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു ആരാണ്? എന്റെ പുറമേ അല്ല നോക്കേണ്ടത്, അകമേ. അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിയിട്ടൊന്ന് പറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരേണ്ടവർ എന്റെ ദൈവത്തെ എന്നോടൊപ്പം ആരാധിക്കുവാൻ ഒരു കൂട്ടം പുത്രിപുത്രന്മാർ. ആമേൻ. അത് ഈ ദേശത്തിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന്, അത് രാജ്യങ്ങളിൽ നിന്ന് അത് കടന്നു വന്ന് എന്റെ ദൈവത്തെ ആരാധിക്കും. നോക്കണേ, എത്ര പേർക്ക് അത് പറയാൻ കഴിയും? എത്ര പേർക്ക് അത് പറയാൻ കഴിയും? അസൂയയില്ലാത്തവർ അത് പറഞ്ഞേ, അസൂയയില്ലാത്തവർ ദൈവത്തോട് പറഞ്ഞേ. അത് ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ഈ ലോകത്തിൽ അനവധി ദൈവമക്കൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം അറിയാതിരിക്കുന്ന അനവധി പേർ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. അവരെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുവരുവാൻ യേശു എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രിയരെ, അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ സുവിശേഷം അറിയിക്കുന്നത് തന്നെ. എന്തിനാ? നിങ്ങൾ ആരാണെന്ന് അറിയിക്കുവാൻ. നിങ്ങൾ ആരാണ് എന്ന് കേട്ടല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ രാജ്ഞിയാണ്, ദൈവത്തിന്റെ രാജാക്കന്മാരാണ്, ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്, ദൈവത്തിന്റെ സ്വതന്ത്രം കൊച്ച് ദൈവങ്ങളാണ് നാമും നിങ്ങളുമൊക്കെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് കേട്ട ലൂക്കോസിന്റെ സുവിശേഷം 24 അതിന്റെ 49, 50, 51 വാക്യം കൂടി ഒന്ന് വായിച്ച് നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49, 50, 51, 52. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട്. ഇത് എപ്പോഴാ പറഞ്ഞേ? ഇത് 2024 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലന്മാരോടുകൂടി യേശു പറഞ്ഞതാണ്. എന്റെ പിതാവിൽ നിന്ന് ഞാൻ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്വതന്ത്രം യെരൂശലേം വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ തന്നെ പാർക്കുക. അവിടെ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം വാങ്ങണം. ഇന്ന് പരിശുദ്ധാത്മാവ് വാങ്ങിയോ ഇല്ലയോ? പരിശുദ്ധാത്മാവ് വന്നോ? പരിശുദ്ധാത്മാവ് വന്നോ പ്രിയരെ? വന്നു. അന്ന് വന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ വിശ്വസിക്കുന്ന നാം പരിശുദ്ധാത്മാവെ വെൽക്കം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുണ്ട്. അപ്പോൾ തന്നെ ഒന്നുകൂടി ശക്തിയോടെ എന്റെ അടുക്കലേക്ക് വരുന്നു. എന്തിനു വരുന്നു? എന്തിനാണോ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ചത് ആ പ്രവൃത്തി ചെയ്തെടുപ്പാൻ പരിശുദ്ധാത്മാവ് വരുന്നു. യേശു 2-ാം ഘട്ടത്തിൽ തന്റെ ശുശ്രൂഷ സമയമായ യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നു. അപ്പോഴും പരിശുദ്ധാത്മാവ് അകത്തുണ്ട്. അപ്പോൾ തന്നെ ഡോറ് തുറന്നു. സ്വർഗം ഇറങ്ങി എവിടെ വരുന്നു? യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. എന്തിനാണെന്നറിയാമോ? അത് ശുശ്രൂഷയ്ക്കായിട്ട് ആയിരങ്ങളെ 10,000-ങ്ങളെ വിടുവിക്കുവാൻ, ആയിരങ്ങളെ 10,000-ങ്ങളെ രക്ഷയിലേക്ക് നടത്തുവാൻ, പിതാവിനെ കാണിച്ചു കൊടുക്കുവാൻ, ഈ മഹാരക്ഷ പ്രാപിപ്പാൻ, ഈ മഹാസന്തോഷത്തെ ഒന്ന് അനുഭവിപ്പാൻ. പ്രിയരെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മഹാസന്തോഷമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ സന്തോഷത്തെ ലോകത്തിന് വേണ്ടി നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന വായിച്ചേ. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന ദൈവത്തെ വാഴ്ത്തി. പിന്നെ അവരെന്നാ ചെയ്തതെന്നറിയാമോ? മഹാസന്തോഷത്തോടെ ദേവാലയത്തിലേക്ക് കടന്നുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തെ, പിതാവിനെ എപ്പോഴും അവർ വാഴ്ത്തിക്കൊണ്ടിരുന്നു. പൈസലോ, ദൈവത്തെ സ്തുതിക്കുന്ന എത്ര പേരുണ്ട്? വാഴ്ത്തുന്ന എത്ര പേരുണ്ട്? അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിക്കട്ടെ, അത് വർദ്ധിക്കട്ടെ. അത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള മഹത്വം അത് പുറത്തേക്ക് വരും. അകത്തുള്ള മഹത്വം പുറത്തേക്ക് വരണമെങ്കിൽ എത്രത്തോളം പിതാവിനെ വാഴ്ത്തുന്നോ, എത്രത്തോളം പിതാവിനെ സ്തുതിക്കുന്നുവോ
അല്ലെ? സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് നേരുള്ളവർക്കാ ഉചിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നേരോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഉയർത്തുമ്പോൾ, അകത്തിരിക്കുന്ന മഹത്വവാനായ ക്രിസ്തു, അല്ലെ? പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം അറിയിച്ചത് ഇതാ, അവൻ യേശു തന്നെ ക്രിസ്തു എന്ന സുവിശേഷം അറിയിച്ചത്, അല്ലെ? യേശു തന്നെ ക്രിസ്തു. അപ്പൊ നമ്മുടെ അകത്തിരിക്കുന്ന ക്രിസ്തു ആരാ? എല്ലാ നിറവിന്റെയും ഓഹരിക്കാരനകത്തിരിക്കുന്നത്. നമ്മൾ പറയാ നമുക്കൊന്നുമില്ല, നമ്മൾ ഏഴയാണ്, പുഴുവാണ്, അതൊക്കെ പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ പുത്രീ പുത്രന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്. മക്കളെങ്കിലും അവകാശികൾ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്ന ദൈവം, അല്ലെ? അവകാശത്തെ ദൈവം തന്നിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിലും മഹത്വത്തോടെ ജീവിക്കാൻ. ആമേൻ. തേജസ്സോടെ, പ്രകാശത്തോടെ, അല്ലെ? ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നമ്മൾ ഓരോരുത്തരും പ്രകാശിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിലൂടെ അനേകായിരങ്ങൾ പ്രകാശിക്കണം, നമ്മളിലൂടെ അനേകായിരങ്ങൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? ആമേൻ. ക്രിസ്തുവിന്റെ തലയോളം ഒരുവനെ ബലപ്പെടുത്തി വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് സഭയെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. അത് കൃത്യതയോടെ, അത് ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാമോ? ആമേൻ. ബ്ലെസ്സിംഗ് മാൻ എന്ന് പറയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. കടലിലെ സമ്പത്ത്, കരയിലെ സമ്പത്ത്, വിദ്യാലയ ഒട്ടകങ്ങൾ, ചുറ്റൊട്ടകങ്ങൾ, ഇരട്ട നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ, ധനം, മാനം, പുരാതന സമ്പത്ത്, സകലത്തിലും ദൈവം നമ്മെ നിറച്ച് അനുഗ്രഹിച്ച് മാനിക്കുവാനിടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ മാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തുതി കരയേറ്റുന്നു. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവർക്കും ഇരിപ്പിടം വിട്ട് ഒന്ന് എഴുന്നേൽക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ദൈവത്തിന് ആത്മാർത്ഥമായി ഇന്ന് പകൽക്കാലം കർത്താവേ, ആമേൻ, എല്ലാറ്റിലും ഉപരിയായി, ഈ ലോകത്തിന്റെ ധനം, മാനം, അതിലെല്ലാത്തിലും ഉപരിയായി കർത്താവേ, നീ എൻ്റെ അകത്തുള്ളതിനായി സ്തോത്രം. പറയാമോ? ഹല്ലേലൂയ. ആമേൻ. ആ മഹത്വം എനിക്ക് തന്നതിനായി സ്തോത്രം. ഈ മഹത്വത്തിൽ തന്നെ എന്നെ അന്ത്യത്തോളം നിർത്തണമേ. ഒന്ന് പറയാമോ? കരങ്ങളെ ഉയർത്തി. കർത്താവേ, ഈ മഹത്വത്തിൽ തന്നെ എന്നെ അന്ത്യത്തോളം നിർത്തണമേ. ഓൺലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. കർത്താവേ, ആമേൻ, ഈ മഹത്വത്തിൽ തന്നെ, അവിടുത്തെ തേജസ്സിൽ തന്നെ, അവിടുത്തെ കൃപയിൽ തന്നെ, അവിടുത്തെ തേജസ്സിൽ തന്നെ, അവിടുത്തെ ശക്തിയിൽ തന്നെ, അവിടുത്തെ മഹത്വത്തിൽ തന്നെ എന്നെ ആമേൻ അന്ത്യത്തോളം നിർത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞ്, കർത്താവേ, അങ്ങയ്ക്ക് സ്തുതി. യേശുവേ, ഞാൻ അങ്ങയെ വാഴ്ത്തുകയാണ്. യേശുവേ, ഞാൻ അങ്ങയെ സ്തുതി യേശുവേ, അവിടെ എന്നോട് കൂടെ ഉണ്ടായിരിക്കാൻ നന്ദിയോടെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഒരു മഹത്വം ആമേൻ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. ഈ ജനത്തിന്റെ ഉള്ളിൽ നിന്ന് ആ മഹത്വം വെളിപ്പെടട്ടെ, ആ ജീവൻ വെളിപ്പെടട്ടെ, ആ സമൃദ്ധിയായ ജീവൻ ഇവിടെ ഉള്ളിൽ നിന്ന് വെളിപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവേ, അവിടുന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.